നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ഉത്തര കൊറിയയുടെ പരമാധികാരി കിം ജോങ് ഉന്നിനെ കുറിച്ചുള്ള കഥകൾ കേൾക്കാത്തവരായി ആരും തന്നെ കാണില്ല. പല കഥകളും സിനിമകളെ വെല്ലുന്ന രീതിയിലുള്ളതാണ്. ഇപ്പോഴിതാ ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട യെയോൺമി പാർക്ക് എന്ന യുവതിയാണ് രാജ്യത്തിൻ്റെ നേതാവിനെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 25 കന്യകകളായ യുവതികളെയാണ് തൻ്റെ പ്ലഷർ സ്ക്വാഡിലേക്ക് കിം ഓരോ വർഷവും തിരഞ്ഞെടുക്കുന്നതെന്നാണ് പാർക്കിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. സൗന്ദര്യവും വിശ്വസ്തതയും കണക്കിലെടുത്താണത്രേ കിം സുന്ദരികളെ സ്ക്വാഡിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. താൻ 2 തവണ പ്ലഷർ സ്ക്വാഡിലേക്ക് പരിഗണിക്കപ്പെട്ടെങ്കിലും കുടുംബ പശ്ചാത്തലം കാരണം തിരഞ്ഞെടുക്കപ്പെട്ടില്ലെന്നാണ് യെയോൺമി പാർക്ക് വെളിപ്പെടുത്തുന്നത്. ഒരു സുന്ദരിയായ പെൺകുട്ടി പോലും വിട്ടുപോകാതിരിക്കാൻ അവർ ഓരോ ക്ലാസ് മുറികളിലും കയറിയിറങ്ങിയുമിരുന്നു. സ്കൂൾ മുറ്റം പോലും പരിശോധിക്കാൻ മറക്കാറില്ല. സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബ പശ്ചാത്തലവും രാഷ്ട്രീയ പശ്ചാത്തലവും പരിശോധിക്കും. ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ബന്ധുക്കളുള്ളവരോ ദക്ഷിണ കൊറിയയിലോ മറ്റു രാജ്യങ്ങളിലോ ബന്ധുക്കളുള്ളവരോ ആയ പെൺകുട്ടികളെ ഒഴിവാക്കും. പെൺകുട്ടികളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. പെൺകുട്ടി കന്യകയാണോ എന്ന് ഉറപ്പാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പരിശോധനയിൽ ശരീരത്തിൽ ഒരു ചെറിയ പാടുണ്ടെങ്കിൽ പോലും അവരെ പരിഗണിക്കില്ല. ഇത്തരത്തിൽ വിവിധ പരിശോധനകൾക്കും സ്ക്രീനിങ്ങുകൾക്കും ശേഷം തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടികളെ പ്യോങ്യാങ്ങിലേക്ക് അയക്കും. കിം ജോങ് ഉന്നിനെ തൃപ്തിപ്പെടുത്താനുള്ള ക്ലാസുകൾ നൽകി അവരെ തയ്യാറാക്കലാണ് അവിടെ നടക്കുന്നതെന്നും പാർക്ക് വെളിപ്പെടുത്തി. പ്ലഷർ സ്ക്വാഡിലെ പെൺകുട്ടികളെ 3 ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. ഒരു ടീം മസാജ് ചെയ്യാനുള്ളവരാണ്, മറ്റൊന്ന് പാട്ടുപാടാനും ഡാൻസ് ചെയ്യാനുള്ളവരുമാണ്. മൂന്നാമത്തെ കൂട്ടർ കിം ജോങ് ഉന്നിനെയും മറ്റു പുരുഷന്മാരെയും ലൈംഗികമായി തൃപ്തിപ്പെടുത്താനുള്ളവരാണ്. കിങ്ങിനെയും കൂട്ടരെയും എങ്ങനെ തൃപ്തിപ്പെടുത്തണമെന്നത് മാത്രമാണ് ഇവർ പഠിക്കേണ്ടത്. ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും സുന്ദരികളായ പെൺകുട്ടികളെ കിം ജോങ് ഉന്നിനെ നേരിട്ട് സേവിക്കാൻ വേണ്ടി നിയോഗിക്കും. മറ്റുള്ളവർ രാഷ്ട്രീയക്കാരെയും ജനറൽമാരെയും തൃപ്തിപ്പെടുത്താനുള്ളവരാണ്. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടികളുടെ പ്രായം 20കളുടെ പകുതിയിലെത്തിയാൽ അവരുടെ ജോലി അവസാനിക്കും. ചിലരെ ഈ നേതാക്കളുടെ സുരക്ഷാ ജീവനക്കാർ വിവാഹം ചെയ്യും. 1970കളിലാണ് ഈ പ്ലഷർ സ്ക്വാഡ് ആരംഭിക്കുന്നത്. ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് അമരത്വം നൽകുമെന്ന് കിം ജോങ് വിശ്വസിച്ചിരുന്നുവെന്നും പാർക്ക് പറയുന്നു.